are under training of the man of God. പ്രവാചകൻ ടിജോയുടെ കീഴിൽ പരിശീലിപ്പിക്കപ്പെടുന്ന ദൈവദാസന്മാരെന്നല്ലേ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. The easiest way to tap into the anointing of this man ആ മനുഷ്യന്റെ അഭിഷേകത്തിലേക്ക് നിങ്ങൾ കാലെടുത്ത് വെക്കണം. ആമേൻ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ശുശ്രൂഷയിലേക്ക്, ജീവിതത്തിലേക്ക് നിങ്ങൾ നിങ്ങളുടെ വിത്തിനെ കൊടുക്കണം എന്നുള്ളതാണ്. Hallelujah. Hallelujah. Not only with energy, കേവലം നിങ്ങളുടെ ഊർജം മാത്രം കൊടുത്താൽ പോരാ. not only with efforts, നിങ്ങളുടെ പ്രയത്നങ്ങൾ മാത്രം കൊടുത്താൽ പോരാ. because where a man's heart is, ഒരു മനുഷ്യന്റെ ഹൃദയം എവിടാണോ, that is where his treasure is. ആമേൻ. അവന്റെ നിക്ഷേപം ഇരിക്കുന്നിടത്ത് അവന്റെ ഹൃദയം ഇരിക്കുന്നത്. നിങ്ങളുടെ നിക്ഷേപം എവിടാണോ അവിടെ ആയിരിക്കണം നിങ്ങളുടെ ഹൃദയം. If your heart is on the man of God, ഈ ദൈവപുരുഷന്റെ മേലാ നിങ്ങളുടെ ഹൃദയം ഇരിക്കുന്നതെങ്കിൽ, then your treasure is on the man of God. ആമേൻ. നിങ്ങളുടെ നിക്ഷേപവും തന്നിലായിരിക്കും. I want you all right now, bring out a sacrificial offering from your pocket. നിങ്ങൾ 5 പേരും, Bring it out. നിങ്ങൾ 6 പേരും, ആമേൻ, വളരെ ത്യാഗപൂർണമായി കൊടുക്കാൻ കഴിയുന്ന ഒരു ഓഫറിംഗ്, ഒരു സ്തോത്ര കാഴ്ച, ഒരു കാണിക്ക നിങ്ങൾ എടുത്ത് Bring out a sacrificial offering. നിങ്ങൾക്ക് കൊടുക്കാനില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും കയ്യിലെടുക്കുക. Bring it out. ഇവിടെ കൊണ്ടുവരിക. Hallelujah. Lift it up. അതിനെ ഒന്ന് കയ്യിൽ ഉയർത്തിപ്പിടിച്ച് begin to pray over your offering right now. നിങ്ങൾ ഈ ഓഫറിംഗിന് വേണ്ടി, ഈ വഴിപാടിന് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചേ. You may start now. You may start നിങ്ങൾ now. ആ ദൈവപുരുഷന്റെ അടുക്കലേക്ക് തിരിഞ്ഞു ചെന്നിട്ട് ആ നിങ്ങൾ കൊണ്ടുവന്നതായ വഴിപാട് ആ ദൈവപുരുഷന്റെ കാൽക്കൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയുടെ മുമ്പിൽ ഇന്ന് പകൽക്കാലം നിങ്ങളെ തന്നെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചാട്ടെ. Do I have somebody who wants to tap into the anointing? ആമേൻ. ഇനിയും ആർക്കെങ്കിലും ഈ അഭിഷേകത്തിന്റെ കീഴിലോട്ട് വരാൻ Who wants ആഗ്രഹമുണ്ടോ? to be used like the prophet of God here? ആമേൻ. ഇവിടെയുള്ള ഈ പ്രവാചകനെ പോലെ, അഭിഷിക്തനെ പോലെ ഉപയോഗിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും വേറെയുണ്ടോ? Bring out your sacrificial seed as well and come and bow down and drop it at his feet. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഇരിക്കുന്നിടത്തേക്ക് വേഗം നിങ്ങളുടെ വഴിപാടുമായിട്ട് ഓടി വന്നാട്ടെ. ആ കാൽക്കലാ അഭിഷേകത്തിന്റെ ആമേൻ മുമ്പിലേക്ക് നിങ്ങൾ ആ വഴിപാട് അർപ്പിച്ചാട്ടെ. ആമേൻ. നിങ്ങളുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നതായ ഏറ്റവും നല്ലതായ, ആമേൻ, ഏറ്റവും മെച്ചപ്പെട്ടതായ ഒരു വഴിപാട് ഇപ്പോൾ ദൈവദാസന്റെ കാൽക്കൽ കൊണ്ടുവന്ന് അർപ്പിച്ചാട്ടെ. ഗാനം ആലപിക്കുന്ന സഹോദരന്മാർ മുമ്പിലോട്ട് വന്നാട്ടെ. ആമേൻ. ദയവായിട്ട് നിങ്ങൾ വന്ന ആമേൻ. യെസ്, ഹീസ് ഹിയർ.
ദയവ് ചെയ്ത് കഴിഞ്ഞവർ അവിടെ നിന്ന് മാറിക്കൊന്നാട്ടെ. പ്ലീസ് പ്ലീസ്. നിങ്ങൾക്ക് ഇനിയും ദേവദാസനെ കിട്ടും. ഈ ദേവദാസനെ കിട്ടണമെങ്കിൽ നമ്മളിനി കാത്തിരിക്കണം. അദ്ദേഹത്തിന്റെ സമയം കളയരുത്. നിങ്ങൾ കഴിഞ്ഞവർ ദയവ് ചെയ്ത് മാറി. ഇതുവഴി പോകാമല്ലോ, ഇതുവഴിയും പോകാമല്ലോ. അഭിഷേകം പ്രാപിക്കുവാൻ പണം കൊണ്ടുവന്ന് പാസ്റ്ററിന്റെ കാൽക്കൽ വെച്ചാൽ അത് ലഭിക്കുമെന്നുള്ള ഒരു ഉപദേശത്തെക്കുറിച്ച് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പോലും വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. അതിനെക്കുറിച്ച് വചനാടിസ്ഥാനത്തിൽ ആധികാരികമായി അങ്ങയുടെ അഭിപ്രായം ഒന്ന് വിശദീകരിക്കാമോ? ബ്രദർ പോൾ, ഈ ചോദ്യത്തിന് ഒരു മറുപടി പറയുവാൻ തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് നല്ല താല്പര്യമുണ്ട്. 25 വർഷമായി കേരളത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. കേരളത്തിലെ ആത്മീയ മണ്ഡലങ്ങളിൽ, അപ്പോൾ തന്നെ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിലും കാണുന്ന നവീന പ്രവണതകളെക്കുറിച്ച് പലപ്പോഴും കണ്ടും കേട്ടും ഹൃദയം വേദനിക്കാറുണ്ട്. ഞങ്ങൾ പഠിച്ചു കേട്ടും വളർന്നു വന്ന ആത്മീയ സത്യങ്ങൾക്ക് വിരുദ്ധമായി തിരുവചനത്തിലെ സത്യങ്ങളെ അല്ലെങ്കിൽ കോട്ടി മാറ്റിക്കളയുന്ന അല്ലെങ്കിൽ വ്യാഖ്യാനിക്കുന്ന വചനങ്ങൾ ദൈവവചനത്തിന്റെ സത്യതയോട് നീതി പുലർത്താത്തത് കാണുമ്പോൾ ഇപ്പോഴും ഒരു ദൈവദാസ നിലയിലും ഒരു ആത്മീയ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്ന നിലയിലും വളരെ ഖേദം തോന്നാറുണ്ട്. ഇന്ന് കാണുന്ന പല ആത്മീയ നവീന പ്രവണതകളെയും വിമർശിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് എന്ന് പറയുന്നതിൽ ഒട്ടും സംശയമില്ല. അപ്പോൾ തന്നെ പല നല്ല കാര്യങ്ങളെയും പ്രൊമോട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. ധാരാളം ആൾക്കാർ കൂടി വരുന്ന പ്രാർത്ഥനാ കൂട്ടങ്ങളും അല്ലെങ്കിൽ മറ്റു പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുമൊക്കെ ഉണ്ട്. അതിലൊന്നും തെറ്റുകൾ അധികം കാണാനില്ല. എങ്കിലും അവിടെ പറയുന്ന സുവിശേഷ വചനങ്ങളെ ഞാൻ എപ്പോഴും അഭിനന്ദിക്കുന്നു. കാരണം അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനത്തിൽ ഇങ്ങനെ ഓർപ്പിച്ചു, ഒരുവൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നത് അത് നാട്യമായിട്ടോ പരമാർത്ഥമായിട്ടോ ആണെങ്കിലും ക്രിസ്തുവിനെ അല്ലയോ പ്രസംഗിക്കുന്നത്, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. അതിന്റെ അർത്ഥം യേശുവിനെക്കുറിച്ച് ആര് എങ്ങനെ പറഞ്ഞാലും അതിൽ അഭിമാനം കൊള്ളുന്നവനായിരുന്നു പൗലോസ്. അപ്പോൾ തന്നെ നാം അവതരിപ്പിക്കുന്ന യേശുവിനെ ജനങ്ങൾ എങ്ങനെ തിരിച്ചറിയുന്നു എന്ന കാര്യം കൂടെ പ്രസക്തമാണ്. ഒരു ATM കൗണ്ടറിൽ ചെന്നിട്ട് കാർഡ് ഇട്ടിട്ട് പണം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനായിട്ടാണ് ഒരു ATM കൗണ്ടറിനെ ആൾക്കാർ കാണുന്നത്. അതുപോലെയാണോ ജനങ്ങളുടെ മുമ്പിൽ യേശു അവതരിക്കപ്പെടുന്നത്? രോഗസൗഖ്യത്തിന് വേണ്ടി മാത്രമുള്ള ഒരു ആൾദൈവമായി യേശുവിനെ ചെറുതാക്കുന്നത് കാണുമ്പോൾ ദൈവവചനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് അതിനെതിരെ വിരൽ ചൂണ്ടാതിരിക്കാൻ കഴിയത്തില്ല. യേശു രോഗസൗഖ്യം തരുന്നവനാണ്. യേശു മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നവനാണ്. ഇന്നും സുവിശേഷം യഥാർത്ഥമായി പ്രസംഗിക്കുന്നിടത്ത് യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നുണ്ട് എന്നത് സത്യമാണ്. അത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയും അനുഭവിക്കുന്ന ഒരു വ്യക്തിയും ആയതുകൊണ്ട് അതിനൊരു സംശയവുമില്ല. എന്നാൽ സുവിശേഷത്തിന്റെ പ്രസക്തി എന്ന് പറയുന്നത് അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല, ജീവിതങ്ങളുടെ രൂപാന്തരമാണ്, നിത്യത എന്ന വിഷയമാണ്. ഈ മണ്ണിൽ 60-70 വർഷം ജീവിച്ചുകൊണ്ട് സുഖലോലുപതയിൽ സന്തോഷമായി ജീവിച്ച് എല്ലാം നേടി എന്ന് അഭിമാനിച്ച് പേരും പ്രശസ്തി ഉണ്ടാക്കുന്നതല്ല സുവിശേഷത്തിന്റെ ലക്ഷ്യം. അതിനപ്പുറത്ത് സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു യേശു നമുക്ക് വിഭാവനം ചെയ്ത സുവിശേഷം എന്ന് പറയുന്നത്. ഇന്ന് കാണുന്ന സകല നവീന പ്രവണതകളിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ വചനത്തിൽ വിരുദ്ധമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. വചനത്തിലെ ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ട് കേൾവിക്കാരുടെ കർണരസകരമായ രീതിയിൽ അവതരിപ്പിച്ച് തെറ്റായ ഒരു രീതിയിലേക്ക് അവരെ വഴി നടത്തുമ്പോൾ അതിനെ തിരുവചനം വിളിക്കുന്നത്, അവർ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാണ്. ഞാൻ യേശുവിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ യേശു പറഞ്ഞ ഉപദേശങ്ങളിൽ ഞാൻ എത്രമാത്രം ഊന്നി നിൽക്കുന്നുവെന്ന് പ്രസക്തമായ കാര്യമാണ്. യേശു പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോടെ അറിയിക്കണം. ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പരയിൽ കൂട്ടിവെക്കുന്നില്ല, സ്വർഗസ്ഥനായ പിതാവ് അവയെ പുലർത്തുന്നുവല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങളെ എത്രയധികം. ആ വചനത്തിലുള്ള വിശ്വാസമില്ലാത്ത കൊണ്ടല്ലേ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരക്കൊമ്പിലിരിക്കുന്ന ഒരു കാക്ക പിരിവ് നടത്തുന്ന സംഭാവന ചോദിക്കുന്ന എന്നെ നോക്കി ചിരിച്ചു പറയും, എനിക്കറിയാവുന്ന ദൈവത്തെ പോലും ഈ ഭോഷൻ അറിയത്തില്ലല്ലോ എന്ന്. അങ്ങനെയെങ്കിൽ ഞാൻ പ്രസംഗിക്കുന്ന യേശു രോഗസൗഖ്യം തരുമെന്നും
ഞാൻ പ്രസംഗിക്കുന്ന യേശു നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ നടത്തി തരുമെന്നും ആയിരക്കണക്കിന് സമൂഹത്തോട് പറഞ്ഞിട്ട് എന്റെ കാര്യം വരുമ്പോൾ അതേ സമൂഹത്തോട് തിരിച്ച് നിങ്ങൾ എനിക്ക് പണം തരണമെന്ന് പറയുമ്പോൾ ആദ്യമേ പ്രസംഗിച്ച യേശുവും രണ്ടാമത് പ്രസംഗിച്ച യേശുവും രണ്ടും രണ്ടാകയില്ലേ എന്നൊരു ന്യായമായ സംശയം എല്ലാവർക്കും ഉണ്ടാകും. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഞാൻ അമേരിക്കയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഞങ്ങളുടെ സഭയിൽ ഒരിക്കൽ ഒരാൾ വന്ന് സംഘടനയ്ക്ക് വേണ്ടി കാല് പിടിച്ച് പിരിവ് നടത്തുന്നതും കരഞ്ഞു ചോദിക്കുന്നതും കണ്ടപ്പോൾ ഇവിടെ ജനിച്ചു വളർന്ന തലമുറയിൽ ഒരാൾ എന്നോട് കഴിഞ്ഞപ്പോൾ വന്ന് പറഞ്ഞു, പാസ്റ്റർ, ആരംഭത്തിൽ അദ്ദേഹം പ്രസംഗിച്ച മിറക്കിൾ വർക്കിംഗ് യേശു അല്ലല്ലോ രണ്ടാമത് അയാൾ യേശുവിന്റെ നാമത്തിൽ ചോദിച്ചത്. കാരണം പണം ചോദിക്കുന്നത് തന്റെ ആവശ്യം നടത്തുന്ന യേശുവിനെ തനിക്ക് അറിയത്തില്ല, മറ്റുള്ളവരുടെ ആവശ്യം നടത്തുന്ന യേശുവിനെ അറിയത്തുള്ളൂ. അപ്പോൾ രണ്ട് യേശുവാ തനിക്കുള്ളതെന്ന്. അന്ന് എൻ്റെ അകക്കണ്ണ് തുറന്നതാണ്. സുവിശേഷത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആരോടും ഒന്നും ചോദിക്കാൻ പാടുള്ളതല്ല. കാരണം ദർശനം തന്നത് ദൈവമാണെങ്കിൽ, വിളിച്ചത് ദൈവമാണെങ്കിൽ അവൻ അവസാനം വരെയും നടത്തുവാൻ വിശ്വസ്തനാണ്. കാരണം സകലത്തിന്റെ ഉറവിടമായ യേശുക്രിസ്തു. അപ്പോൾ തന്നെ ഈ ദിവസങ്ങളിൽ കണ്ടുവരുന്ന അഭിഷേകങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ ചോദിച്ചു വാങ്ങുവാൻ വേണ്ടി മനുഷ്യനെ ഉപാധിയാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാണുവാൻ ഇടയായി തീർന്നു. പ്രസംഗിക്കുന്ന അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ടുവന്ന് പണം വെച്ചാൽ അവന്റെ ഹൃദയത്തിനകത്ത് അത് തട്ടുകയും അവന്റെ ഹൃദയം ഇരിക്കുന്നിടത്ത് നിങ്ങളുടെ നിക്ഷേപം ഉള്ളതെന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് അനുഗ്രഹം പകരപ്പെടും, അഭിഷേകം പകരപ്പെടും എന്ന് പറയുന്നത് അതിനെ പൈശാചികമല്ലെന്നല്ല, അല്ലാതെ മറ്റെന്താ വിളിക്കേണ്ടത്? യേശുവിന്റെ കാലഘട്ടത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന പത്രോസിനെ നോക്കൂ. പെരുത്ത മീൻകൂട്ടം കിട്ടുമ്പോൾ പത്രോസ് ആ മീൻകൂട്ടത്തെ ഒന്ന് നോക്കി യേശുവിന്റെ മുഖത്തേക്ക് നോക്കി. പത്രോസ് പറഞ്ഞ പദം എന്താ? ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. യേശുവിനെ കൂട്ടുപിടിച്ച് ഒരു മീൻ കച്ചവടത്തിന്റെ ബിസിനസ് തുടങ്ങുന്ന പത്രോസിനെയല്ല കാണുന്നത്. അന്ന് പത്രോസ് പറഞ്ഞു, ഈ മീൻകൂട്ടത്തെക്കാൾ എനിക്ക് വലുത് യേശുവാണെന്ന് പറഞ്ഞ് പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചു. അന്ന് തുടങ്ങിയതാണ് പത്രോസിന്റെ ജീവിതത്തിൽ പണത്തോടുള്ള ആറ്റിറ്റ്യൂഡ്. എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചാലും യേശുവിനെ തള്ളിപ്പറഞ്ഞെന്ന് പറഞ്ഞാലും പത്രോസിനെ ദൈവം ഉയർത്തിയതിന്റെ ഒരു കാരണം ഞാൻ വിശ്വസിക്കുന്നു, പണം തലയ്ക്ക് പിടിക്കാത്ത ഒരു നേതാവായിരുന്നു പത്രോസ്. കാരണം 5000 പേരുള്ള സഭയുടെ പാസ്റ്റർ ആയിരിക്കുമ്പോഴും പിറ്റേന്ന് അതും അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സർവ്വതും കൊണ്ട് വിറ്റ്, കുറച്ച് ഡോളറല്ല, അവർ സർവ്വതും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചുവെന്ന് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ വായിക്കുന്നു. 3-ാം അധ്യായത്തിൽ പത്രോസും യോഹന്നാനും പറയുന്നു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് യേശു മാത്രമാണെന്നോ. അതിന്റെ അർത്ഥം ഞങ്ങൾ പട്ടിണിയാണെന്നോ പണം ഇല്ലെന്നോ അല്ല അർത്ഥം. കഴിഞ്ഞ ദിവസങ്ങളിൽ ജനങ്ങൾ കൊണ്ട് കാൽക്കൽ വെച്ച പണം കാൽക്കലല്ലാതെ തലയ്ക്ക് പിടിക്കാത്ത ഒരു ആത്മീയനായിരുന്നു അപ്പോസ്തലനായ പത്രോസും കൂട്ടരും. അതിന്റെ അർത്ഥം എന്താ? അപ്പോസ്തലന്റെ കാൽക്കൽ കൊണ്ട് പണം വെക്കണമെന്നാണോ? പണം കൊടുത്ത് അഭിഷേകം വാങ്ങുവാൻ ഇതേ പത്രോസിന്റെ അടുക്കൽ ശിമിയോൻ കടന്നു വരുമ്പോൾ, സകല ധൂർത്തും കപടവും നിറഞ്ഞവനെ, നീ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്ത് വാങ്ങിപ്പാൻ ആര് നിനക്ക് പ്രേരണ തന്നു? നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ എന്ന് പറഞ്ഞ് ആത്മാവിനെ വാങ്ങുവാൻ ചെയ്യുന്നവനെ ശാസിച്ചു പുറത്താക്കിയ പത്രോസിനെ മാതൃകയാക്കേണ്ടതല്ലേ? പൗലോസിന്റെ കാലഘട്ടത്തിലും ഇത് തന്നെയല്ലേ കാണുന്നത്? പണം കൊടുത്ത് ദ്രവ്യാഗ്രഹത്തിന്റെ വിത്ത് വിതച്ചുകൊണ്ട് അഭിഷേകം വാങ്ങുവാൻ കടന്നു വന്നവരെ നിശിതമായി വിമർശിച്ച് കുരുട്ട് കണ്ണാക്കി മാറ്റിയ അത്ഭുത ശുശ്രൂഷയാ പൗലോസിന്റെ ശുശ്രൂഷയെ നാം കാണുന്നത്. ഇന്ന് പണം കൊടുക്കുന്നവന്റെ കണ്ണ് തുറക്കുന്നു, പണം കൊടുക്കുന്നവന്റെ ചെവി തുറക്കുന്നു, പണം കൊടുക്കുന്നവന്റെ മുടന്നു മാറ്റുന്ന ശുശ്രൂഷ. പക്ഷെ ഞാൻ വചനത്തിൽ പഠിച്ചത് പണം കൊടുത്ത് അഭിഷേകം വാങ്ങുവാൻ വന്നവനെ അന്ധനാക്കി വിടുന്ന പൗലോസിന്റെ ശുശ്രൂഷയാണ്. അത് അങ്ങനെയെങ്കിൽ വചനവിരുദ്ധമാണ് ഈ കാലഘട്ടത്തിൽ കാണുന്ന പല ശുശ്രൂഷകളും. രണ്ടാമത് ഈ പ്രവചനങ്ങളെക്കുറിച്ച് എനിക്ക് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഞാനും പ്രവചന ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഇന്നും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രവചനം എന്താണെന്ന് തിരിച്ചറിയാതെ ഭാവി പറയുന്ന ഒരു കേവലം ഒരു അസ്ട്രോളജിയുടെ നിലവാരത്തിലേക്ക് പ്രവചനം താണുന്നത് കാണുമ്പോൾ ഹൃദയം വേദനിക്കുന്നു. ന്യായമായ ഒരു സംശയം ഞാൻ ചോദിക്കുന്നു. ഇതും ഞാൻ ശുശ്രൂഷിച്ച സഭയിലെ യൗവനക്കാരുടെ ഇടയിൽ നിന്ന് ഉയർന്ന ഒരു ചോദ്യമാണ്. ആ കുഞ്ഞുങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ചോദ്യങ്ങളൊന്നാണ്, ഒരു പ്രവാചകൻ സഭയിൽ വന്നു, തെറ്റാണോ ശരിയാണോ എന്ന് എൻ്റെ പ്രേക്ഷകർ ഇത് വ്യാഖ്യാനിച്ചാൽ ഞാൻ സംതൃപ്തനായി. പ്രവാചകൻ വന്നിട്ട് ഒരാളുടെ തലയിൽ കൈവച്ച് പറയുന്നു, ഇന്നേക്ക് 3 വർഷം കഴിയുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഉയർച്ചയുണ്ടാകും, നിന്നെ ഒരു ഉന്നത സ്ഥാനത്ത് എത്തിക്കുമെന്ന്. കേൾക്കുന്നവർക്ക് സുഖം, കേട്ടവർക്ക് സുഖം, പറഞ്ഞവർക്ക് അഭിമാനം, കിട്ടിയ പണം കൊണ്ട് കടന്നുപോയി. അതേ വീട്ടിലെ കുഞ്ഞ്
ഈ പ്രവചനം കേട്ടിട്ട് എന്നോട് വന്ന് ചോദിച്ച ചോദ്യത്തിന്റെ മുമ്പിൽ എന്റെ തല കുനിഞ്ഞു പോയി. കാരണം അന്ന് പ്രഭാതത്തിൽ ഞാൻ തിരുവചനം പഠിപ്പിച്ചു, ഏത് നിമിഷവും കർത്താവ് വരും. ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് യേശു വന്നാൽ പോകാൻ ഒരുക്കമാണോ? നമുക്ക് 2 ദിവസമേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദിസ് ഡേ ആൻഡ് ദാറ്റ് ഡേ. ജീവിക്കുന്ന ഈ ദിവസവും വരുവാനുള്ള കർത്താവിന്റെ ദിവസവും. അതിനുവേണ്ടി ഒരുങ്ങണ്ടേ എന്ന് ഞാൻ പഠിപ്പിച്ചു കഴിഞ്ഞാണ് ഈ ശുശ്രൂഷ. പ്രവചനം തെറ്റാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ ആ കുഞ്ഞ് ചോദിച്ച ചോദ്യം ഇതാണ്, അടുത്ത 3 വർഷം യേശു വരത്തില്ലെന്നല്ലയോ ആ പ്രവാചകൻ പറഞ്ഞതിന്റെ അർത്ഥം? കാരണം അടുത്ത 3 വർഷം കഴിഞ്ഞ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെങ്കിൽ pretty sure that for the next 3 years Jesus won't come back. എന്റെ ഹൃദയം തകർന്നു പോയി. കാരണം ഡേറ്റ് പറഞ്ഞും മാസം പറഞ്ഞും ഭാവി പറയുമ്പോൾ നമ്മുടെ സുവിശേഷം കോട്ടിമറിയപ്പെടുകയല്ലേ? ഭാവി പറയുന്ന ഒരു കണിയാന്റെ നിലവാരത്തിലേക്ക് ഈ കാലഘട്ടത്തിലെ പ്രവാചകന്മാർ താണുപോയത് ഓർക്കുമ്പോൾ ഹൃദയം വേദനിക്കുകയാണ്. ഒരു സഭയുടെ ശുശ്രൂഷകൻ എന്ന നിലയിൽ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു ദൈവദാസൻ എന്ന നിലയിൽ ഖേദത്തോടെ പറയട്ടെ, പ്രവചനം എന്ന് പറഞ്ഞാൽ ഭാവിയും ഭൂതവും പറയുന്നതല്ല. ഇതൊക്കെ അതിനകത്ത് വരും. തിരുവചനത്തെ ഹൃദയത്തിന്റെ മാംസപ്പലകയിൽ കുത്തി മുറിവേൽപ്പിക്കുന്ന പോലെ കൽപ്പിച്ചിട്ട് മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ശുശ്രൂഷയാണ് പ്രവചന ശുശ്രൂഷ. അതാണ് തിമത്തിയോസിന്റെ ലേഖനം 2-ാം ലേഖനം 3-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് കർശനമായി എഴുതുന്നു, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. കാരണം എല്ലാ വചനത്തിലും ആത്മാവിന്റെ കാറ്റുണ്ട്. അതിന്റെ അർത്ഥം ആത്മാവിന്റെ ദൈവത്തിന്റെ ശ്വാസമൂതാത്തതൊക്കെ ഒരു പിടി മണ്ണും കളിമണ്ണുമാണ്. ഏദൻ തോട്ടത്തിൽ ഒരു പിടി മണ്ണ് നിൽക്കുന്നു. ദൈവം ശ്വാസം ഊതിയില്ലെങ്കിൽ ഹീസ് ജസ്റ്റ് എ പൈൽ ഓഫ് ഡേർട്ട്. അതിൽ വെറും കളിമണ്ണ് മാത്രമാണ്. ഇന്നും വചനത്തിനകത്ത് ദൈവത്തിന്റെ ശ്വാസം വ്യാപരിക്കുന്നില്ലെങ്കിൽ അത് ഒരു കൂട്ടം കളിമണ്ണും ചപ്പും ചവറും മാത്രമാണ്. എന്നാൽ മനുഷ്യന് താല്പര്യം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇതൊരു കൊമേഴ്സ്യലൈസ്ഡ് കാലഘട്ടമായതുകൊണ്ട്, ഒരു ബിസിനസ് വേൾഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി പാപബോധവും വേണ്ട, വചനകേൾവിയും വേണ്ട, സമർപ്പണവും വേണ്ട, ഓടിച്ചെന്നിട്ട് ഒരു രോഗസൗഖ്യം വാങ്ങി വീട്ടിൽ പോകണം. ഒരു ഹോസ്പിറ്റലിൽ പോകുന്ന ലാഘവത്തോടെ, ഒരു പക്ഷേ 5 ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്നേക്കാൾ ചെലവ് കുറവാണല്ലോ ഒരു സുവിശേഷ യോഗത്തിന് പോയി ആരെങ്കിലും തലയിൽ കൈവച്ച് സൗഖ്യം പ്രാപിച്ചാൽ എന്നുള്ളതാണ്. രണ്ടാമത് അവിടെ കാണുന്ന തെറ്റായ ധാരണ, യേശുവിന്റെ കാലഘട്ടത്തിൽ യേശു ആരെയൊക്കെ സൗഖ്യമാക്കിയിട്ടുണ്ടോ അവരോട് പറയുന്ന ഒരു പദം ശ്രദ്ധേയമാണ്, ആരോടും ഈ കാര്യം പറയരുത് എന്ന്. അമർച്ചയായി യേശു കൽപ്പിക്കുമായിരുന്നു. അതിന് അപവാദമായി ഒരു വിഷയം മാത്രമേ ഉള്ളൂ. 12 വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീ, അവൾ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊടുന്നു, അവിടെ രക്തസ്രാവം മാറുന്നു. യേശു പരസ്യമായി ചോദിക്കുന്നു, എന്നെ ആരാ തൊട്ടതെന്ന്. ആരാ തൊട്ടതെന്ന് അറിയാനോ ആ തൊട്ട കാര്യം നാട്ടുകാർ അറിയാനോ വേണ്ടിയുള്ള ആഗ്രഹം കൊണ്ടല്ല, മറിച്ച് അശുദ്ധയായവൾക്ക് പുറത്തിറങ്ങുവാൻ അവസരമില്ലാതിരിക്കുമ്പോൾ ഒരു വിശുദ്ധനായവനെ അവൾ തൊട്ടപ്പോൾ അവളും വിശുദ്ധയായെന്ന ആ ന്യായപ്രമാണത്തിന്റെ തത്വങ്ങളെ തിരിച്ചറിയേണ്ടതിന് യേശു അത് പ്രസിദ്ധം ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഒരു ഭാഗത്ത് കാണുന്നുണ്ട് 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അടുക്കൽ ശമരിയിൽ നിന്ന് വരുന്ന വഴിക്ക് യേശു പറയുന്നു, നിങ്ങൾ പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ തന്നെ കാട്ടിക്കൊടുക്കുക. കാരണം ന്യായപ്രമാണത്തിന്റെ ശുദ്ധീകരണ പ്രമാണത്തെ വെല്ലുന്ന അത്ഭുതത്തിന്റെ വാക്കാണ് യേശുവിന്റെ വാക്കെന്ന് തെളിവാക്കാൻ വേണ്ടി അവരെ പറഞ്ഞയച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരിലും 9 പേരും മടങ്ങി വന്നതായിട്ട് വേദപുസ്തകം പറയുന്നില്ലല്ലോ. ഒരേ ഒരു ശമരിയക്കാരനെ മടങ്ങി വന്നുള്ളൂ. ഇന്ന് കാണുന്നതോ ഒരു പനി മാറിയാൽ ഉടനെ ആയിരങ്ങളുടെ മുമ്പിൽ വിളിച്ചു നിർത്തിയിട്ട് വന്നപ്പോൾ എന്തായിരുന്നു, ഇപ്പോഴെന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ മഹത്വം ആരാ എടുക്കുന്നത്? എന്റെ സ്തുതി ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്നും എന്റെ മഹത്വം ഞാൻ വിട്ടുകൊടുക്കത്തില്ലെന്നും പറഞ്ഞവന്റെ മഹത്വത്തെ കവർന്നെടുക്കുന്ന ആത്മീയ പ്രവണതകളെ ദൈവനാമത്തിൽ ഇന്ന് ഞാൻ വിളിച്ചു പറയട്ടെ, ഖേദത്തോടെ തന്നെ പറയട്ടെ, അത് വചനവിരുദ്ധമാണ്. പബ്ലിസിറ്റിക്ക് വേണ്ടി എന്ത് ചെയ്താലും 4 പേരുടെ മുമ്പാകെ പരസ്യം കൊടുത്ത് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വചനപ്രകാരം തെറ്റ് തന്നെയാണ് എന്ന കാര്യം മറന്നു പോകല്ലേ. ഇന്ന് കാണുന്ന കോലാഹലങ്ങളുടെ നടുവിൽ ഒരു ഉപരി വിപ്ലവമായിട്ടുള്ള, സൂപ്പർഫിഷ്യലായിട്ടുള്ള, ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. സത്യവചനം എവിടെ പ്രസംഗിക്കപ്പെടുന്നതോ അതിനെ 2 കൈയും നീട്ടി സ്വീകരിക്കണം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന, ജീവിതങ്ങൾക്ക് രൂപാന്തരം വരുന്ന, മനസ്സിന് രൂപാന്തരം വരുന്ന വിഷയങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പോഴെങ്കിലും സ്വഭാവ രൂപീകരണം എന്ന ഒരു വിഷയം ആരും പറയുന്നില്ലല്ലോ. പ്രസംഗം കേൾക്കുന്നവർ നല്ലതാണ്. ഇത് കഴിഞ്ഞു പുറത്തു പോകുന്നവന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നോ? യേശുവിനെ കണ്ടവൻ യേശുവിനെ പോലെ ആകുന്നോ? നാം യേശുവിനെ കണ്ടു തുടങ്ങിയാൽ, വചനം പഠിച്ചു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു തുടങ്ങിയാൽ നാം യേശുവിനെ പോലെയാകും. എന്താ പാസ്റ്ററെ അതിന്റെ തെളിവെന്ന് ചോദിച്ചാൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം പറയാം.
യേശു 3.5 വർഷം കൊണ്ട് അന്ന് ഗലീല നാട്ട് മുഴുവൻ അറിയപ്പെടുന്ന വ്യക്തിയായിരുന്നു. 5000 പേർ ഒരുമിച്ച് അവനെ കണ്ടിട്ടുണ്ട്. 10,000 കൂടിയ മീറ്റിംഗിൽ യേശു പ്രസംഗിച്ചിട്ടുണ്ട്. യേശു പോകുന്ന വഴിയിലൊക്കെ പുരുഷാരം തടിച്ചു കൂടിയിട്ടുണ്ട്. ഗലീല കടലിലൊക്കെ പുരുഷാരം അവനെ തിക്കി തിരക്കിയാൽ കടലിൽ പ്ലാറ്റ്ഫോം ആക്കിയ യേശു പ്രസംഗിച്ചത്. അതിന്റെ അർത്ഥം പീലാത്തോസ് മുതൽ താഴോട്ട്, ഗവർണർ മുതൽ താഴോട്ട് എല്ലാവർക്കും യേശുവിന്റെ രൂപം നന്നായിട്ട് അറിയാം. എന്നിട്ടും എന്തുകൊണ്ടാണ് 30 വെള്ളിക്കാശ് യൂദയ്ക്ക് കൊടുത്തിട്ട് യൂദയോട് പറഞ്ഞത്, നീ ഞങ്ങൾക്ക് യേശുവിനെ കാണിച്ചു തരണമെന്ന്? എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയുകയാ. യൂദയൊഴിച്ചു 11 പേരും 3.5 വർഷം യേശുവിനോട് നടന്നപ്പോൾ യേശുവിനെ പോലെ അവരായി മാറി. ആരാ യേശു എന്ന് തിരിച്ചറിയാത്ത വണ്ണം നല്ല രൂപാന്തരം നടപ്പിലും ജീവിതത്തിലും വസ്ത്രധാരണത്തിലും സാഹചര്യങ്ങളിലും ഈ ശിഷ്യന്മാർക്ക് ഉണ്ടായതുകൊണ്ട് ആ മാറ്റം വരാത്ത യൂദയ്ക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു ഇതിൽ ആരാ യേശുവെന്ന്. നാം യേശുവിൻ്റെ വചനം കേട്ടിട്ട് യേശുവിൻ്റെ കൂടെ നടന്നിട്ട് ക്രിസ്തുവിലുള്ള ഭാവമില്ലാതെ പരസ്പരം പഴിചാരിയും കല്ലെറിഞ്ഞും ആക്ഷേപിച്ചും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കസേര കളികൾ നടത്തുന്നിടത്ത് പ്രസംഗിക്കുന്ന യേശു അല്ലെന്ന് കേൾക്കുന്നവർ ഭോഷന്മാരല്ലാത്ത കൊണ്ട് അവർക്ക് തിരിച്ചറിയാം. പക്ഷെ ആരും ശബ്ദമുയർത്തി പറയുന്നില്ലെന്നേ ഉള്ളൂ. മണ്ഡപത്തിൽ നിൽക്കുന്ന സന്നഹദി സംഘത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന പത്രോസിനെയും യോഹന്നാന്റെയും അവരുടെ സംസാരം കേട്ടിട്ട് എന്താ കൗൺസിലിരുന്നവർ പറഞ്ഞത്? ഇവർ സാമാന്യക്കാർ, പഠിപ്പില്ലാത്തവർ, നമുക്കറിയാമല്ലോ അവരുടെ ബാക്ക്ഗ്രൗണ്ട്, എങ്കിലും അവർ യേശുവിൻ്റെ കൂടെ നടന്നവരാണെന്ന് ഗ്രഹിച്ചു. അപ്പോൾ ഇന്ന് നാം തിരിച്ചറിയണം, വചന കേൾവി എന്ന് പറയുന്നത് ഈ 50-60 വർഷങ്ങളിലേക്കുള്ളൊരു പാക്കേജ് അല്ല, ശരീരത്തിനും മനസ്സിനും രൂപാന്തരം വരുത്തുന്ന ഒരു പച്ച മാംസം എടുത്ത്, പഴയ പ്രമാണം അനുസരിച്ച് ഞാൻ 1-2 ഭാഗം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പച്ച മാംസം എടുത്ത് യാഗപീഠത്തിൽ വെക്കുന്നു. നിങ്ങൾക്കറിയാം, ഒരു വിറകിൽ അടുപ്പിൽ പച്ച മാംസം എടുത്ത് കത്തിച്ചാൽ അവിടെ ഉണ്ടാകുന്നത് സൗരഭ്യവാസനയല്ല, രൂക്ഷഗന്ധമാണ് പച്ച മാംസം കത്തിയെരിയുന്നതിൻ്റെ. പക്ഷെ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്നത് യാഗമൃഗത്തെ കഷണമാക്കി യാഗപീഠത്തിൽ വെക്കുമ്പോൾ അവിടെ ഉയരുന്ന മണത്തിന് സൗരഭ്യവാസനയായ ദഹനയാഗം. അതിന്റെ അർത്ഥം എന്താ? പാപം ഏറ്റു പറയുന്നത് കേൾക്കുന്നവർക്ക് അത്ര സുഖമുള്ളതല്ല, രൂക്ഷമായിരിക്കും. പക്ഷെ ദൈവത്തിന് സുഗ്രാഹ്യമായ യാഗമാണ്. നമ്മുടെ കൂടിവരകളിലൊക്കെ എവിടെ അനുതാപം, എവിടെ പാപം ഏറ്റു പറയുന്നത്? ആർക്കും വന്ന് പ്രാപിച്ചെടുക്കാവുന്ന ഒരു സൂപ്പർ സ്റ്റോർ പോലെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. അതിനുള്ള വിലയാണ് അവർ നിശ്ചയിച്ചിരിക്കുന്നത്. രോഗശാന്തിക്ക് ഇത്ര രൂപ, അഭിഷേകത്തിന് ഇത്ര രൂപ, കൃപാവരത്തിന് ഇത്ര രൂപ. മാർക്കറ്റിൽ പാക്കറ്റിൽ സാധനം വെച്ചിരിക്കുന്ന പോലെ കൊമേഴ്സ്യലൈസ് ചെയ്തിരിക്കുന്നത് കാണുമ്പോൾ സ്വർഗം ഖേദിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. സുവിശേഷത്തിന്റെ പേരിൽ സുവിശേഷത്തെ കച്ചവടമാക്കി മാറ്റുന്ന ഈ പ്രവണത അവസാനിക്കേണ്ട കാലഘട്ടമാണ്. അകത്തല്പമെങ്കിലും വെളിച്ചം ലഭിച്ചവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ സത്യവചനത്തെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനുള്ള അകക്കണ്ണ് നാം തുറക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതാ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്താ? എന്തിനാ നിങ്ങളെ വിളിച്ചത്? അതറിയണം. ഈ രോഗശാന്തിക്ക് വേണ്ടിയാണ് വിളിച്ചത്. ഒരു രോഗശാന്തി കിട്ടിയിട്ട് നിങ്ങൾക്ക് എത്ര 200 വർഷം ജീവിക്കണമോ? 7, 10 ഏറെ ആയാൽ 80 മാത്രമെന്ന് പാടി നടന്നിട്ട് എനിക്കൊരു രോഗശാന്തി നല്ലതാണ്, രോഗശാന്തി നമുക്ക് വേണം, ആരോഗ്യം വേണം. പക്ഷെ രോഗശാന്തി എന്തിനാ ദൈവം തരുന്നത്? എന്തിനാ ആരോഗ്യം തരുന്നത്? 2 വർഷം കൂടെ ജീവിച്ച് 10 വർഷം കൂടെ ജീവിച്ച് കുറെ സമ്പാദിച്ചു കൂട്ടാനാണോ? ദൈവം തരുന്ന ആയുസിന്റെ പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ വിളിയാലുള്ള ആശ എന്നറിയണം, വിശുദ്ധന്മാരുടെ അവകാശം എന്താണെന്നറിയണം. നമ്മുടെ അവകാശം തിരിച്ചറിയണം. നിത്യതയാണ് നമ്മുടെ അവകാശം. അവന്റെ വല്ലഭത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പം നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ തിരിച്ചറിയാനാ നാം ദൈവവചനം വായിക്കുന്നത്. നാം വചനം വായിക്കുമ്പോൾ കാണേണ്ടത് നമ്മെക്കുറിച്ചാണ്. കണ്ണാടിയിൽ നോക്കുന്നത് പോലെയാണ്. ഒരാൾ കണ്ണാടിയുടെ മുമ്പിൽ പോയി നിൽക്കുന്നത് എന്തിനാ? ഒരുങ്ങാൻ നിൽക്കുന്നെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിന് കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന് ഇങ്ങനൊരു വ്യാഖ്യാനമുണ്ട്. തിരുവചനം കണ്ണാടി ആയതുകൊണ്ട് ഞാൻ പറയുന്നു, വചനത്തിനകത്ത് നോക്കുമ്പോൾ എന്താ സംഭവിക്കേണ്ടത്? കണ്ണാടിയിൽ നോക്കുന്ന ആളുടെ ലക്ഷ്യം തൻ്റെ മനസ്സിനകത്ത് തൻ്റെ മുഖം, തൻ്റെ ശരീരം ഇങ്ങനെ ഇരിക്കണമെന്ന് ആ വ്യക്തിക്ക് ഒരാഗ്രഹമുണ്ട്. കണ്ണാടിയിൽ നോക്കുമ്പോഴാണ് കാണുന്നത് അവിടെ ഇവിടെയും കുറവുകളുണ്ടെന്ന്. അത് നികത്താനായി ഈ കാണുന്നതെല്ലാം വാരിപ്പൂശുന്നതും മുഖം മിനുക്കുന്നതും ഒക്കെ ഏകദേശം എൻ്റെ ഹൃദയത്തിലുള്ള എൻ്റെ രൂപത്തിനൊത്തവണ്ണം കണ്ണാടിയിൽ കാണുമ്പോഴാണ് ഞാൻ ഒരുക്കം നിർത്തുന്നത്.
തിരുവചനം അങ്ങനെ തന്നെ. തിരുവചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു രൂപമുണ്ട്, തിരുവചനത്തിന് നിങ്ങളെക്കുറിച്ചൊരു ലക്ഷ്യമുണ്ട്. ആ രീതിയിൽ ഞാൻ എത്തുന്നത് വരെയും വചനം അനുസരിക്കുക എന്നുള്ളതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു ചെവിയുടെ ശകലം കേട്ടു എന്ന് പറയുന്നതോ ഒരു കാലിന്റെ വളവ് നൂർന്നെന്ന് പറയുന്നതോ ഒന്നുമല്ല ദൈവമക്കളെ അത്ഭുതങ്ങൾ. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാ. പക്ഷെ ഞാൻ ആത്മാർത്ഥമായി വെല്ലുവിളിച്ച് ചോദിക്കുന്നു, ഒരു മുടന്തൻ ഈ കൂടിവരകളിൽ നടക്കാറുണ്ടോ? രണ്ട് കണ്ണും കാണാത്ത കുരുടനെ പോലെയുള്ള ഒരാളെങ്കിലും കാണുന്നെന്ന് പറയുന്നുണ്ടോ? ഒരു ചെവി കാണാത്തവനും ഒരു കണ്ണിന്റെ മങ്ങല് പോയവനും എവിടെങ്കിലും വേദനയുണ്ടെന്ന് പറയുന്ന ഒരു കൊച്ചു ലാടവൈദ്യനല്ല എൻ്റെ യേശുക്രിസ്തു. എൻ്റെ യേശുക്രിസ്തു അത്ഭുതങ്ങളുടെ ദൈവമാണ്. മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്ന, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന, സമുദ്രത്തിലെ തിരമാലകൾക്ക് അതിരുവെൽക്കുന്ന, മണൽ കൊണ്ട് അതിരിടുന്ന, ആകാശത്തെ വസ്ത്രം പോലെ ചുരുട്ടുന്ന യേശുവിന്റെ അത്ഭുത പ്രവൃത്തികളെ ഒരു മുറിവൈദ്യന്റെ നിലയിലേക്ക് താഴ്ത്തിക്കളഞ്ഞ വിശ്വാസ സമൂഹത്തിന്റെ തരംതാണ പ്രവൃത്തികളെ ഓർത്ത് ഹൃദയം വേദനിക്കുന്നു. മടങ്ങി വരേണ്ട കാലഘട്ടമാണ്. ദൈവവചനം ശാസനത്തിനുള്ളതാ, ഗുണീകരണത്തിനുള്ളതാണ്, നീതിയിലെ അഭ്യസനത്തിനുള്ളതാണ്. അതുകൊണ്ട് ആ വചനം ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത്, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസ്യമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ, ആ പദം അടിവരയിടണം, ദൈവത്തിന്റെ മകൾ, ദൈവത്തിന്റെ മകൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകണം. That's the purpose of the word of God, to equip us like a pure man of God and woman of God. ഒരു ദൈവ പൈതലാക്കി മാറ്റുന്നതാ. ഭാര്യ പറയണം വചനം കേട്ടിട്ട് എൻ്റെ ഭർത്താവിന് വ്യത്യാസമുണ്ടെന്ന്, ഭർത്താവ് പറയണം എൻ്റെ ഭാര്യയ്ക്ക് വ്യത്യാസമുണ്ടെന്ന്. പ്രസംഗിക്കുന്നവൻ തന്നെത്താൻ കുടുംബം കളയുന്നവനോ കുടുംബം ദോഷമായി നിൽക്കുന്നവനോ അല്ല, തലമുറകളെയും കുടുംബത്തെയും നന്നായി കൊണ്ടുപോകുന്നവനായിരിക്കണം. സാക്ഷ്യമില്ലാത്ത വചനങ്ങളൊക്കെ അവസാനിക്കേണ്ട കാലഘട്ടമാണ്. അപ്പോൾ പറയും ആൾക്കാർ അതും ഇതും പറയുന്നതാണെന്ന്. എന്താ വചനം പറയുന്നത്? അപവാദിക്ക് പോലും തിന്മ കളവായി പറയുവാൻ അവസരം കൊടുക്കാതെ നിന്നെയും നിന്റെ ശുശ്രൂഷയെയും നിറവടിയായി നിവർത്തിക്കുക. അതെ, ഒത്തിരി പേരും പ്രശസ്തിയും ഒന്നും നേടിയില്ലെങ്കിലും, 4 പേർ അറിയപ്പെടുന്നവരായില്ലെങ്കിലും സ്വന്തം പ്രാണനെയെങ്കിലും നേടുവാൻ നോഹയെ പോലെ പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുന്നതിന് മുമ്പ് ഭാര്യയും മക്കളും മരുമക്കളും അകത്തുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗ്യ പദവിയിലേക്കെങ്കിലും ഈ കാലഘട്ടത്തിലെ സുവിശേഷകന്മാർ വന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഈ ആത്മീയ പ്രവണതകളെ കാണുമ്പോൾ മനമുരുകി പ്രാർത്ഥിച്ചുകൊള്ളുക. ദൈവം ഇതിനൊരു വ്യത്യാസം വരുത്തും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സത്യവചനം വീണ്ടും പ്രഘോഷിക്കപ്പെടും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കപ്പെടും. ആരും മഹത്വമെടുക്കാത്ത, ആരും പുകഴാത്ത, ആരും ഉയരാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ഇന്ത്യയുടെ ഗ്രാമങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന പച്ചപ്പരമാർത്ഥം കൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ ചെറിയ സംഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരു പ്രാവശ്യം കൂടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നാം കേട്ടുകഴിഞ്ഞു. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാൻ വകയില്ലാത്ത ഒരു സുവിശേഷകനായി നാം നിൽക്കേണ്ടതിന്റെ ആവശ്യതയെക്കുറിച്ച് ഇന്ന് ദൈവദാസൻ നമ്മോട് പറഞ്ഞു. ദൈവത്തിന്റെ മഹത്വം നമ്മിൽ വെളിപ്പെടട്ടെ. ദൈവദാസനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.